ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാനിപ്പോൾ ഉള്ളതുണ്ടല്ലോ നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ്. ഗൗരി കയറി വരുന്നുണ്ടേ. യെസ്, വന്നോളൂ. ഇന്നിപ്പോൾ ഗൗരി ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത ഉണ്ടല്ലോ, ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വെയർ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആണോ, എന്താണ് അതിൻ്റെ ഫീൽ എന്നുള്ളത്. അപ്പോൾ ഗൗരിക്ക് എന്ത് പറയാനുണ്ട്? എനിക്ക് തോന്നുന്നു നമ്മള് കുർത്താസ് എപ്പോഴും ഇടുന്നതിന്റെ അകത്ത് ഇത്രയും ക്ലാസി ലുക്കില് ഭയങ്കര സുഖമുള്ള അതെ, ആ മൽക്കോട്ടൺ ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന, എന്നാൽ നമ്മുടെ വീവിങ് പാറ്റേണോട് കൂടി വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. ഇതിപ്പോൾ അന്ന് ഗൗരി വീഡിയോ ചെയ്ത സമയത്ത് ട്രയലിന് വേണ്ടിയിട്ട് എടുത്ത കുർത്ത സ്വന്തമാക്കി എടുത്ത കുർത്തയുടെ കാറ്റഗറിയിലാണ്. ഇത് കണ്ടോ, വിത്തൗട്ട് മച്ച് ഓൾട്രേഷൻസ് അല്ലേ? ഇല്ല, ഇത് ഓൾട്രേഷൻ ഒന്നുമില്ല. ഇത് 38 സൈസിൽ വരുന്നതാണ്. ഒരു ഓൾട്രേഷനും വന്നിട്ടില്ല. എനിക്ക് പൊതുവെ ഭയങ്കര ഷേപ്പ് ഇല്ലാത്ത ഫിഗർ ആണ്, അത് നമ്മുടെ വ്യൂവേഴ്സ് തന്നെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇടുമ്പോഴത്തേക്ക് ദിവ്യ, എനിക്ക് ആ ഇതിന്റെ കളക്ഷൻസ് ഒന്ന് എടുത്തോ, ഒരു കുറച്ച്. ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പോൾ ഗൗരി ഇട്ടിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും കോഡ് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. SV എന്നുള്ള കോഡിലാണ്. 242, 243 അങ്ങനെ ഡിഫറെൻറ്റ് കോഡ്സിലാണ് വന്നേക്കുന്നത്. നമുക്ക് ഓരോന്നൊന്ന് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ലതാണ്. ഇതിനകത്ത് വൈറ്റ് ഞാൻ വെയർ ചെയ്തേക്കുന്ന ഫോട്ടോസും ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഭയങ്കര കംഫർട്ടബിളാണ്. ഞാനിതിപ്പോൾ ഗൗരി ഇട്ടിട്ട് ഗൗരി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരെണ്ണം എന്താണ് അനശ്വര ഒന്ന് പിടിച്ചോടാ കേട്ടോ. ഫസ്റ്റ് കളർ ഗൗരി ഇട്ടിരിക്കുന്നതാണ്. ആ നെക്ക് ലൈനിലൊക്കെ കണ്ടോ, ഒരു ജ്വല്ലറി ഇട്ടേക്കുന്ന പോലത്തെ തന്നെ വരുന്ന ഒരു വീവിങ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഫുൾ സെറ്റ് വൈറ്റിനകത്ത് ബ്ലാക്കും നമുക്ക് ഉണ്ടായിരുന്നു 6 കോഡിൽ. അത് കഴിഞ്ഞിട്ടാണ് സെയിം ആണ് വളരെ. ഇതിനകത്ത് വേറൊരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ബാക്ക് വ്യൂവിൽ നിന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു ബൂട്ട ബാക്കിലും ഉണ്ട്. ആ ലോവർ എൻഡിലും ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ലോവർ എൻഡിലും ബോട്ടം ഇതിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ, കുർത്ത മാത്രമാണ്. ഇപ്പോൾ ഗൗരി ഇട്ടേക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ കറക്റ്റ് മാച്ചിങ്ങിലൊക്കെ ഇട്ടുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ മാക്സിമം മാച്ച് ചെയ്യാൻ നോക്കുമല്ലോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്, ഒരു ടീൽ ടീലാണ്. ഇതിനെല്ലാം ഒരു സട്ടിൽ ക്ലാസി കളർ പാലറ്റ് എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡ് പാറ്റേണിലാട്ടോ ഇതെല്ലാം വന്നേക്കുന്നത്. ഇത് അതിൻ്റെ സെക്കൻഡ് കളർ പാലറ്റ്. ആൻഡ് തേർഡ് വൺ വന്നേക്കുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ബ്ലാക്ക്. ഇത് ഈ ഒരു ഫിഗറി ലുക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സെന്ററിൽ നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് വരുന്നത് കൊണ്ടും കൂടെ ആ ലീൻ ഫീല് കിട്ടും കേട്ടോ, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അതിന്റെ കറക്റ്റ് റൗണ്ട് ആണ്, നല്ല ഭംഗിയാണ്, വൈഡ് ആയിട്ട് വരുന്നുണ്ട് ഡീറ്റെയിലിംഗ്. അപ്പം ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ. ആൻഡ് ഇത് പിടിച്ചോ മോളെ. ബാക്ക് വ്യൂവിൽ ഇതുപോലത്തെ ഒരു ബൂട്ട വരുന്നുണ്ട്. ലോവർ എൻഡിലും അതുപോലെ തന്നെ ആ ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് പ്ലെയിൻ ആയിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത്. ആൻഡ് ബോഡിയിൽ ലൈനിങ് ഉണ്ട് കേട്ടോ, അല്ലേ? ബോഡിയിൽ ലൈനിങ് ഇല്ലേ? ആ, ബോഡിയിൽ ലൈനിങ് ഉണ്ട്. സ്ലീവിന്റെ എൻഡിലും ബോർഡർ ഡീറ്റെയിലിംഗ്. ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഡ്യൂറബിലിറ്റിക്കും നല്ലതാണ് സോഫ്റ്റ് കോട്ടണിനെക്കാളും. ആൻഡ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഇതാ യാൺ കട്ട് വർക്കിനേക്കാളും കൂടുതൽ ചിക്കൻകാരിക്കകത്ത് വന്നേക്കുന്നത് വീവിംഗ് സ്റ്റൈലിനകത്ത് ഒരു ബാസ്കറ്റ് വീവിംഗ് പോലെ, അല്ലെങ്കിൽ യാൺ കട്ട് വർക്കിന്റെ പോലത്തെ ഒരു വീവിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ബനാറസിന് പവർ ലൂമിൽ വരുന്ന പാറ്റേൺസ് ആണിത്. ബനാറസി പ്യുവർ സിൽക്കിനകത്താണ് കൂടുതലായിട്ട് വന്നത്. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. ലൈനിങ് ഉള്ളതാണ്, നമുക്ക് ആ ഒരു ഫിനിഷിംഗ് പ്രശ്നം വരില്ല. ലോവർ എൻഡിൽ ഒരു ക്രോഷ്യോ ലേസും ഉണ്ട് കേട്ടോ. ഒരു ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ട്, അതായത് ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ പോകുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിന്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ്, പേസ്റ്റൽ ചോക്ലേറ്റ്, ഒരു ലാവൻഡർ ടിന്റ് വരുന്നുണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടോപ്പിന്. ഞാൻ ഷോൾഡറിൽ പിടിച്ച് വെച്ചിട്ടും അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് എൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഡാർക്ക് കളർ ഷെയ്ഡും വന്നിട്ടുണ്ട്. ഡാർക്ക് ഫ്ലഷ് യെസ്, നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് ഡിസൈൻസിന് ഇച്ചിരി ഡിഫറെന്റ് ഉണ്ട് കേട്ടോ. നേരത്തെ ഗൗരി ഇട്ട് ഇത് നമ്മൾ ആ മറ്റേ യാൺ കട്ട് വർക്കിന്റെയും ബാസ്കറ്റിന്റെയും ഒരു ഫിനിഷിംഗ് വരുന്ന പോലെ ബനാറസി ഗോൾഡൻ ബൂട്ടാസും കൂടെ അതിനകത്ത് കയറി വരുന്നത് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നേക്കുന്നത് ഇത് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു, അല്ലേ? ആണോ? വൈറ്റ് ഇതിന്റെ നമ്മളിപ്പോ കണ്ട അവസാനം കണ്ട രണ്ടിന്റെ വൈറ്റ് ലുക്കാണ്. അപ്പൊ ഇതിനകത്ത് എംബ്രോയിഡറി വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട്, പക്ഷെ അതങ്ങനെ സെൻട്രൽ പാനലിൽ മാത്രമാണ് ആ വീവിംഗ് പാറ്റേൺ വന്നിരിക്കുന്നത്. സൈഡിൽ ക്രോഷ്യോ ലേസ് കൊടുത്തിട്ട് സ്റ്റിച്ച്ഡ് ഫിനിഷിംഗ് ആണ്. അതിനകത്ത് വീവിംഗ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. അതാണ് അതിന്റെ ലാസ്റ്റ് 3 ഷെയ്ഡും ഇങ്ങനെ ഈ
ഈ ഒരു പാറ്റേണിലാണ് അതൊന്ന് കാണിച്ചു തരാം. റെഡ്, ഐ മീൻ പിങ്കിഷ് റെഡ്, പിന്നെ ഒരു ലാവൻഡർ ടോൺ, ലാവൻഡർ. ഷെയ്ഡ് ടോൺ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വീവിങ്ങാ, വൈറ്റിന് മാത്രമേ ഉള്ളൂ അല്ലേ? ആ, ഈ വൈറ്റിനകത്ത് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരേപോലെ തോന്നുന്നതാണ്, പക്ഷെ വൈറ്റിനകത്ത് മാത്രം ആ ഡീറ്റെയിലിംഗ് ഓഫ് ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കളക്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, SV എന്ന കോഡിലാണ്. ആൻഡ് FB 241, 242, 243 അങ്ങനെ 3 കോഡ്സ്. ആ ഡിസൈൻ കോഡ്സിൽ ഫോട്ടോസിനകത്ത് കാണും. ഗൗരിയാണ് മെയിനായിട്ട് ഇട്ടേക്കുന്നത്. ഈ വൈറ്റ് അല്ലാതെ ഞാനിപ്പോൾ ഇട്ട് നോക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഡേ ലൈറ്റിലോട്ട് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പേസ്റ്റൽ ടോണിൽ വന്നേക്കുന്ന കോട്ടൺസ് വെയർ ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും അവൈലബിൾ ആണ്, ഓൺലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ്, റെഡി ഫോർ ഡെസ്പാച്ചും ആണ്. ഗ്രേസ് നമുക്ക് ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിലൊരു നല്ല രസമുള്ള ഒരു ഡിസൈനർ സാരിയും അതിന് പറ്റുന്ന ഡിസൈനർ ബ്ലൗസും അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഏത് ടോണിൽ വന്നിട്ടുള്ള ഒരു നെക്ക് പീസ്, ഒരു ഹെവി നെക്ക് പീസോ ഇയർ പീസോ ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയും കൂടെയൊക്കെ നമുക്ക് സൂപ്പറായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സട്ടിൽ സാരിയാണ് കേട്ടോ ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു സട്ടിൽ ന്യൂട്രൽ ബേസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് സിമ്പിളായിട്ട് ഒരു ലുക്കിന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്രൗഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒക്കേഷന് വെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ ഒരു കോൺട്രാസ്റ്റിൽ ഒക്കെ ഒരു ലെറ്റ് ഇറ്റ് ബി ഗ്രീൻ ഷെയ്ഡ്സ്, ബ്ലൂ ഷെയ്ഡ്സ് ആണെങ്കിലോ, പീച്ച് പിങ്ക് ടോൺസ് ആണെങ്കിലോ, അല്ല ഡാർക്ക് മെറൂൺ പോലത്തെ കളേഴ്സാണ് നമ്മുടെ ഒരു ടേസ്റ്റ് എങ്കിലോ ഒക്കെ നമുക്ക് പേസ്റ്റൽസിൻ്റെ കൂടെയും ചില ഡാർക്ക് ടോൺസിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു സാരിക്ക് തന്നെ ഒരു സട്ടിൽനെസ് ഉള്ളത് കൊണ്ട് നമുക്കത് ഹെവിയർ ആയിട്ടുള്ള കോമ്പിനേഷൻസിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് ആ ഒരു എലഗൻസ് ആൻഡ് അതിൻ്റെ ഒരു സ്റ്റൈൽ അതിപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിപ്പോൾ ഹെവിയർ ലുക്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം. ഇല്ല നമ്മുടെ ടേസ്റ്റ് പൊതുവേ ഒരു സിമ്പിൾ എലഗൻറ്റ് ലുക്കിലാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷീക്ക് ലുക്കാണ് നമുക്ക് പൊതുവേ നമ്മുടെ ഒരു സ്റ്റൈൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കിത് പെയർ ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നെങ്കിൽ നമുക്കിവിടെ ഒരു റെഡി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. നമുക്ക് ഇതേപോലത്തെ ഉള്ള ഒരു ബ്രൈറ്റ് ഷെയ്ഡ്സ് നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ എല്ലാവരുടെയും ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പം അങ്ങനെ വേണമെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ പറ്റും. ഇല്ല നമുക്ക് പേസ്റ്റൽസ് ഇഷ്ടമാണ്, നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു തീം ബേസ്ഡ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചില കളർ കോമ്പിനേഷൻസിൻ്റെ കൂടെ പെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഇപ്പോൾ പീച്ചിൻ്റെ കൂടെ ആണെങ്കിലും ഇതേപോലത്തെ ഇങ്ങനെ ഇപ്പോൾ കൂടുതലും ബർത്ത്ഡേസോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കളർ കോമ്പിനേഷൻസ് വരും കേട്ടോ. കാരണം കുട്ടികൾക്ക് പറ്റുന്ന കുറച്ച് കളേഴ്സ് വരുമല്ലോ. നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സട്ടിലായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേ ബേസിൽ വന്നിട്ടുള്ള ടസർ സാരി ക്ലാസി ആയിട്ടുള്ള ഒരു പാറ്റേണിലുമാണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ സെൽഫ് കളറിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻ, എഡ്ജ് ടു എഡ്ജ്, പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു ഷാഡോ വർക്ക് ആണെന്നുള്ളൊരു ഡീറ്റെയിൽ വരുന്നുണ്ട്. ക്രോസ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിലും ഒക്കെ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഫിൽഡ് ആയിട്ടുള്ള ഒരു ലുക്ക്, പക്ഷേ സെയിം കളറിൽ തന്നെ ആയതുകൊണ്ട് സട്ടിലായിട്ടാണ് നിൽക്കുന്നത്. എഡ്ജ് ടു എഡ്ജ് അപ്പർ പോർഷനിൽ വന്നിട്ട് കുഞ്ഞ് ബോർഡർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്ത് കോർഡഡ് പൈപ്പിംഗ് ഫിനിഷിംഗ് ആണ് എന്നിട്ട് വരുന്നത്. ലോ പോർഷനിൽ ഒരു മുട്ടിൽ താഴോട്ടുമാണ് കേട്ടോ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ബ്ലൗസിൽ നമുക്ക് ഇത് പെയർ ചെയ്യുന്ന സെയിം ബേസിലാണ് ടിഷ്യൂവിൽ ടസറിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഗ്രേ ടോണിലാണ് അതിൻ്റെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്, ഒന്ന് ഡാർക്കറായിട്ടുള്ള രീതിയിൽ. അതിനകത്ത് ഫ്ലോറൽസും കൂടെ സ്കാറ്റേർഡ് ആയിട്ട് ഒരു 2 ലൈൻസിലായിട്ട് വന്നിട്ടുണ്ട്. സെയിം എംബ്രോയിഡറി പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ. 10,699 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. SBS 786 എന്ന ഗോൾഡിലാണ് അപ്പോൾ അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഡാർക്ക് റോയൽ ബ്ലൂ കളറിനകത്ത് ആൻറ്റിക് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരി. കാഞ്ചീപുരത്തിൽ തന്നെ സിമ്പിളായിട്ടുള്ള പൈപ്പിംഗ് ബോർഡർ ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. അപ്പോൾ പോർഷനിൽ ആ ഒരു ലൈൻ പാറ്റേൺ ആണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള പേസ്ലി ബൂട്ടാസും വന്നിട്ടുണ്ട്. പേസ്ലി ബൂട്ടാസിൽ തന്നെ ആ ഒരു ആ പേസ്ലിയുടെ ആ എൻഡ് വരുന്ന പോർഷനിൽ ഫ്ലോറൽ ഡിസൈനും വരുന്നുണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. പൈപ്പിംഗ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളർ പൈപ്പിംഗ് ഫിനിഷിങ്ങിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ആ അപ്പറിൽ നമ്മൾ 1 ലെയർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ അപ്പർ പോർഷൻ വരുന്ന പോർഷനിലാണ് കൂടുതൽ തിക്കായിട്ടും ലോവറിലോട്ട് ലൈൻ പാറ്റേണിലുമാണ് വന്നിരിക്കുന്നത്. കാഞ്ചീപുരം സാരീസിലെല്ലാം കാണുന്ന പോലെ തന്നെ നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു പോർഷനാണ് ഇത്. കണ്ടോ, ഹാൻഡ്ലൂം സാരിയാണ്. ഹാൻഡ്ലൂം സാരി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ 2 യാൺസ്, അതായത് പല്ലു സെപ്പറേറ്റ് വീവ് ചെയ്ത് ബോഡി സെപ്പറേറ്റ് വീവ് ചെയ്ത് ഇതിനെ ജോയിൻ ചെയ്ത് എടുക്കുന്നതിനാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. പല്ലു പോർഷൻ കണ്ടോ,
ആ ഗോൾഡൻ ഫിനിഷിങ്ങോട് കൂടി വന്നിരിക്കുന്ന പല്ലു പോർഷനാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ബ്ലൗസ് പീസാണ്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റാണി പിങ്ക് കളറാണ് അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് MHD എന്ന കോഡിലാണ്. ആൻഡ് 15,000 പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി വന്നിട്ടുള്ളത്. ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിഡൈസ്ഡ് അല്ല, നമ്മുടെ കൽക്കട്ട മെയ്ഡിലൊക്കെ വരുന്ന ഡിസൈനർ ജ്വല്ലറീസിൻ്റെ ഒക്കെ കൂടെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്ന ഒരു കളക്ഷനാണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. www.aham.store എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വന്നിരിക്കുന്നത്. ആൻഡ് പ്രോഡക്റ്റിൻ്റെ കോഡ് വന്നിരിക്കുന്നത് MHD.